വളരെ വിചിത്രമായ ഒരു കേസാണിത്. വളരെ വിചിത്രവും സങ്കീർണമായ ഒരു കേസാണ് ഇത് കാണുന്നത്. കാരണം ഈ ഒരാള് ഒരു സുപ്രഭാതത്തിൽ മദ്യപിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നത് ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന്. അത് ആ മൊഴി റെക്കോർഡാക്കിയിട്ട് ആ പോലീസ് അവിടുത്തെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അയക്കുന്നു. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ അയാൾ പറയാണ് ഞാൻ വേറൊരു കൊലപാതകവും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതിനൊക്കെ ഉപോത്ബലമായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ അയാളുടെ കൺഫെഷൻ മാത്രമേ ഉള്ളൂ, വേറെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇയാൾ പറയുന്ന ഇൻസിഡന്റ് ചിലപ്പോൾ അവിടെ കേസ് ഉണ്ടോ എന്നുകൂടി അന്വേഷിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ പറഞ്ഞ സംഭവം, ആ സംഭവത്തോടനുബന്ധിച്ചിട്ട് കഴിഞ്ഞ 39 വർഷം മുമ്പേ, അതായത് 1986 അവിടെ ഒരു കേസ് ഉണ്ട് എന്ന് മിക്കവാറും ഉണ്ടായിരിക്കും. അന്ന് ആരെങ്കിലും ഇതുപോലെ പേരറിയാത്ത അല്ലെങ്കിൽ ഐഡന്റിഫൈഡ് ഡെഡ് ബോഡി കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പോലീസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അന്ന്. അത് അന്വേഷണം നടത്തി അത് ക്ലോസ് ചെയ്ത് കാണും. കാരണം വേറെ സംശയങ്ങളില്ലാത്തതുകൊണ്ട് അത് ആൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിലും അത് അന്വേഷണം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു തുമ്പുമില്ലെങ്കിൽ ആ കേസ് ക്ലോസ് ചെയ്ത് കാണുമായിരിക്കാം. അപ്പൊ ആ കേസ് ഇപ്പോഴും പോലീസ് റീഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഇപ്പം അയാൾ വീണ്ടും കൺഫേസ് ചെയ്തിരിക്കുകയാണ്, ഞാൻ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇങ്ങനെ നടക്കാവ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു കേസ് ചെയ്തിട്ടെന്ന് പറയുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലും അക്കാലത്ത്, അതായത് 1989 കേസ് രജിസ്റ്റർ ചെയ്ത് കാണുമായിരിക്കാം. അപ്പൊ ഈ കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കേണ്ടി വരും. അപ്പൊ ഈ ഇൻഫർമേഷൻ, ഇയാൾ പറയുന്ന ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് ആർക്കും ഒരു തെളിവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ചില സമയം അങ്ങനെ വല്ല ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ തന്നെ അത് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കുള്ളൂ. അപ്പൊ പോലീസ് ചെയ്യേണ്ടത് ഇതിൽ ബേസിക് ആയിട്ട് പോലീസിന് മുന്നിൽ ഇങ്ങനെ വല്ല ഇൻഫർമേഷൻ വന്നാൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരാണ് അതിന്റെ കൺസേൺഡ് ഏജൻസി. അപ്പൊ ആ ഏജൻസി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സിലാവും ഇയാൾ പറയുന്നത് ഇയാളെ മനസ്താപം കൊണ്ട് പറയാണോ, അതല്ല വേറെ മാനസിക പ്രശ്നം കൊണ്ട് പറയാണോ, അല്ല ഈ സംഭവം സത്യം തന്നെയാണോ എന്നുള്ളത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ചെയ്യേണ്ടത് ഈ രണ്ട് സ്ഥലത്തും ഇതിന് അക്കാലത്ത് വല്ല അൺനാച്ചുറൽ ഡെത്തിന്, അതായത് അന്നത്തെ സംഭവത്തിന് FIR വല്ല രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. പോലീസ് റിപ്പോർട്ടിൽ അങ്ങനത്തെ ഒരു FIR കാണുമായിരിക്കാം. ആ കേസ് റീഓപ്പൺ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഇയാൾ പറയുന്ന തെളിവുകളും ഇയാൾ പറയുന്ന ഇൻഫർമേഷനും അതോടനുബന്ധിച്ചുള്ള അക്കാലത്തുണ്ടായ തെളിവുകളും ഇതൊക്കെ കൂടി കൂട്ടിയിണക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ശരിയായ ഒരു കേസാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ പ്രതിയുടെ കൺഫെഷൻ പ്രകാരം അയാളൊരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്ന ഒരാളായിട്ട് അന്ന് കാണുന്നത്. അപ്പൊ അതിന് അയാളുടെ പണിഷ്മെന്റ് എന്താണെന്നും അതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ആ ഭാഗം കൂടെ അന്വേഷണ ഏജൻസി ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യം കൂടി പറഞ്ഞ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ സസ്റ്റൈൻഡ് ആയിട്ടും വളരെ പെയിൻഫുൾ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസ് വളരെ റയറസ്റ്റ് ഓഫ് റയർ ആണ്. ഇങ്ങനെ ഒരു കേസ് സാധാരണ ഉണ്ടാവാറില്ല. സാധാരണ ഇങ്ങനെ വരിക ഡെത്ത് ബെഡിലൊക്കെ ചില ആൾ കൺഫസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ പണ്ട് ഒരാൾ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കൺഫസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വിരളാണ്. ഇല്ല എന്നല്ല പറയുന്നത്, വളരെ റയർ ആണ്. അപ്പം വളരെ വിചിത്രമായ വളരെ റയറായ ഒരു കേസാണിത്. ആ കേസ് അതിന്റെ എല്ലാ ഇമ്പോർട്ടൻസും കൊടുത്ത് തന്നെ പോലീസ് അന്വേഷിക്കണം. പക്ഷെ അതിൽ വരുന്ന എവിഡൻസുകൾ നിർബന്ധമാണ്. കാരണം ഇയാള് ബേസിക് ആയിട്ട് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആള് ഒരു കൺവേർട്ടഡ് ആണ്. അയാൾ ഒരു ക്രിസ്ത്യാനി കൺവേർട്ടഡ് ടു മുസ്ലിം ആണെന്ന് പറയുന്നു. അയാളുടെ ബ്രദർ പറയുന്നു ഈ പ്രതിക്ക് ചില മാനസിക ആഘാതം ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അയാളുടെ ബന്ധക്കാർ പറയുന്നുണ്ട്. അയാളാണ് കൺവേർട്ട് ചെയ്തതിനു ശേഷം ഈ തിരുവമ്പാടിൽ നിന്ന് ഇയാൾ മലപ്പുറം ഭാഗത്തേക്ക് പോയതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും പല ഇൻഫർമേഷൻ വരുന്നുണ്ട്. അപ്പൊ പോലീസ് ചെയ്യേണ്ടത് ഈ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് അന്വേഷിക്കുക. വളരെ കെയർഫുൾ ആയിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും മനസ്സിലാവും ഇത് ശരിയാണോ തെറ്റാണോ. അല്ല ഒന്നാമത്തെ കേസാണ് ശരി, രണ്ടാമത്തെ ഇയാൾ ചുമ്മാ പറയാണ്, അല്ലെങ്കിൽ രണ്ട് കേസുകളും ചുമ്മാ പറയാണ്, അല്ലെങ്കിൽ വെറുതെ പറയാണെന്നുള്ള കാര്യങ്ങളും കൂടി അന്വേഷണ മധ്യ തീർച്ചയായിട്ടും പോലീസ് മനസ്സിലാവും. അതിന് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ 30-39 വർഷത്തെ ആ പഴക്കം തീർച്ചയായും ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടാക്കും. പക്ഷെ അതിന് മറികടക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. അത് തീർച്ചയായിട്ടും പോലീസ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷത്തെ പഴക്കം അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവ് ശേഖരണത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയാകും. ഇപ്പോൾ ഒരു ദൃക്സാക്ഷി മാത്രമാണുള്ളത്. ആ ഒരു ദൃക്സാക്ഷി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ പോലീസിന് മുന്നിലുള്ളൂ. ഇനി മറ്റെന്തൊക്കെ തെളിവുകളാകും ഈ ഒരു കാര്യത്തിൽ പോലീസിന് ഇനിയിപ്പോൾ ശേഖരിക്കാൻ കഴിയുക? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ക്ലോസ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള കേസുകൾ ഉണ്ടാകാം എന്നുള്ള കാര്യം. അതല്ലാതെ മറ്റെന്തൊക്കെ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശേഖരിക്കാനാവും? കോടതിയിൽ ഇത് മാത്രം മതിയാവുമോ? ഒരു പക്ഷേ ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പോരാ. കാരണം ഈ ഒരാളെ ഒരു കൊലക്കേസിലൊക്കെ പ്രതിയാക്കി നമ്മൾ ഒരു കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അതിലെല്ലാം ഇൻഫർമേഷൻസ് ഒരുപാട് തെളിവുകൾ വേണം. ആ തെളിവുകളൊക്കെ ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. കാരണം ഇപ്പൊ ഇയാൾ കൺഫസ് ചെയ്തിരിക്കുകയാണ്. ആ കൺഫഷൻ സംഭവം ആ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു FIR കാണുമായിരിക്കും. അപ്പൊ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ ആ കാലത്ത് അവിടെ ഒരു കേസ് ഉണ്ട്. ആ കേസ് അന്വേഷണം നടത്തിയപ്പം ഒരുപാട് തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ പലതും അന്ന് പോസ്റ്റ്മോർട്ടം തീർച്ചയായിട്ടും നടത്തി കാണും. ആ പോസ്റ്റ്മോർട്ടം നടത്തി കാണും. അതിന്റെ തെളിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുക. അതിനുശേഷം ഇത് ആരാണ് മരിച്ചത്, അതായത് ഈ മരിച്ച ആളാരാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഭാഗം അന്വേഷിക്കുക. അപ്പോഴേ ഒരുപാട് തെളിവുകൾ മറ്റ് കൂടുതൽ വരും. ഈ തെളിവുകളൊക്കെ ചേർത്ത് അണക്കിയാൽ മാത്രമേ ഒരു കുറ്റപത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ അക്യൂസ്ഡിന്റെ കൺഫഷൻ വെച്ച് മാത്രം പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ കൺഫഷൻ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമല്ല, ഈ കൺഫഷൻ മറ്റ് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ട ഒരു കാര്യം കൂടിയാക്കി മാറ്റണം. അതാണ് പറയുന്നത്, ഇയാളുടെ കൺഫഷൻ ആദ്യം തന്നെ ഒരു ജുഡീഷ്യൽ കൺഫഷനാക്കി മാറ്റണം. അതായത് ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആളെ എന്താണോ പോലീസിനോട് പറയുന്നത് അത് ഒരു തെളിവ് ശേഖരണമാവും. അപ്പൊ അതൊരു തെളിവാക്കി എടുക്കുക. അതിനുശേഷം ആ കൺഫഷനിൽ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ട് കണക്റ്റഡ് തെളിവുകൾ ശേഖരിക്കുക. അതിന്റെ കണക്റ്റഡ് തെളിവുകൾ ശേഖരിച്ച ശേഷം അതും പഴയ ആ പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായ തെളിവുകളും വെച്ച് അത് ലിങ്ക് ചെയ്യുക. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. കാരണം കാലപ്പഴക്കം വന്നുകൊണ്ട് എവിഡൻസുകൾ പലതും തേഞ്ഞ് മാഞ്ഞ് പോയി കാണും. അപ്പോൾ അതിൽ വിചിത്രമായി വരുന്നത് ഇപ്പൊ രണ്ടാമതായാലും വേറെ ഒരു കേസ് കൂടെ കൺഫസ് ചെയ്തിട്ടാണ്. അപ്പോൾ പോലീസിന് കൂടുതൽ ഇയാളുടെ ക്രെഡിബിലിറ്റിനെ പറ്റി സംശയം തീർച്ചയായും വരും. എന്നാലും പോലീസിന് അങ്ങനെ ഒരു ക്രെഡിബിലിറ്റിനെ പറ്റി സംശയം വന്നുകൊണ്ട് മാത്രം കേസ് അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അന്വേഷണം പോകണം. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സസ്റ്റൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് വളരെ പെയിൻഫുൾ ആണ്. തീർച്ചയായിട്ടും പോലീസിന് അത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അപ്പോൾ താങ്കൾ പറഞ്ഞത് പ്രകാരം ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് 2 കൊലപാതകവും നടക്കുന്ന സമയത്ത് ഈ പ്രതിയുടെ പ്രായം 18 വയസ്സിൽ താഴെയായിരുന്നു. അപ്പോൾ ഇത് തെളിയുകയാണെങ്കിൽ ഇയാൾ പ്രതിയാണെന്ന് മനസ്സിലാവുകയാണ് എങ്കിൽ ആ പ്രായത്തിലുള്ളൊരു ശിക്ഷ തന്നെ ആകുമോ നൽകുന്ന? ആ പ്രായത്തിലുള്ളൊരു പ്രതിക്ക് നൽകുന്ന ശിക്ഷയാകുമോ ഇയാൾക്ക് നൽകുക? അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്രകാരം നമ്മൾ ഒരു ജുവനൈൽ ആയിട്ടുള്ള ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒഫൻസിന്റെ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കൺവിക്ഷനും ഒക്കെ വരുമ്പോൾ അത് പ്രസംഷനാണ്. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രമേ അയാളെ കൺവിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ നെല്ല് മാത്രമേ അങ്ങനെ ഒരു ജുവനൈലിന്റെ ഒരു എബറേഷൻ, അതായത് ജുവനൈലിന്റെ ഒരു മാനസികത്തിന്റെ പ്രശ്നത്തിന്റെ മുകളിൽ ചെയ്തതാണ്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ നിയമം കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ എന്നാണ് സുപ്രീം കോടതിയുടെ പല റൂളുകളിൽ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ ഈ കേസ് ഒരു ചാർജ് ഷീറ്റ് ചെയ്ത് ഒരു ട്രയലിന് ശേഷം കൺവിക്ഷൻ വന്നാൽ തന്നെ അയാൾ തീർച്ചയായിട്ടും JJ ആക്ട് പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രമേ കൺവിക്ഷൻ ലഭിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.